നമ്മൾ തന്നെ ചെയ്യാം. ഉപഭോക്താക്കൾ തന്നെയാണ് നമ്മളുടെ പരസ്യക്കാരും നമ്മൾ ഇടനിലക്കാരും. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിലും നടക്കുന്ന കച്ചവടമാണ്. ഒരു കച്ചവടത്തിന്റെ ഒന്നാമത്തെ മര്യാദ മുടക്കുന്ന പൈസയിൽ മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കലാണ്. രണ്ടാമത്തെ മര്യാദ വാങ്ങി വെക്കുന്നതിന് മാന്യമായ ലാഭം കിട്ടലാണ്. മൂന്നാമത്തെ മര്യാദ ഹോൾസെയിൽ ബിസിനസ് നൽകി നിങ്ങൾ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് തത്തുല്യമായ ഒരു വേതനം നൽകലാണ്. നാലാമത്തെ മര്യാദ ശരീരത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കാതിരിക്കലാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ട് സൈഡ് എഫക്ട് ഉണ്ടായ ഇഷ്ടംപോലെ ആളുകൾ കാണാം. ഡോസേജ് കൂടിപ്പോയാൽ കിടന്നു പോകുന്നത് കാണാം. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വെൽനസ് ഉൽപ്പന്നങ്ങളാണ് കഴിക്കുന്നത്. മരുന്ന് മരുന്ന് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും മരുന്നല്ല, ഇതെല്ലാം വെൽനസ് ഉൽപ്പന്നമാണ്. ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും മാത്രമേ ലഭിക്കൂ. മരുന്ന് കെമിക്കൽ കൂട്ടാണ്. അത് കൂട്ടി കൃത്യമായി കഴിച്ചില്ലെങ്കിൽ കുറഞ്ഞ ഗുണം ഉണ്ടാവില്ല, കൂടിയ സൈഡ് എഫക്ട് ഉണ്ടാവും, മാറിയ സൈഡ് എഫക്ട് ഉണ്ടാവും. ഈ വൈറ്റമിൻസും മിനറൽസും നിങ്ങൾ എത്ര അധികം കഴിച്ചു പോയാലും മാറിപ്പോയാലും ശരീരത്തിന് വേണ്ട ശരീരം എടുക്കും, ബാക്കി ശരീരം പുറന്തള്ളിക്കളയും. അത് മൂത്രത്തിലൂടെ മലത്തിലൂടെ വേർപ്പിലൂടെ ഒക്കെ അത് പുറത്തു പോകും. അതുകൊണ്ട് വൈറ്റമിൻസ് മിനറൽസ് കൂടിയോണ്ട് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കൊടുക്കുന്നത് മരുന്നല്ല, മരുന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മരുന്നുകൾ വിൽക്കണമെങ്കിൽ ഡ്രഗ് ലൈസൻസ് വേണം. ആ ഡ്രഗ് ലൈസൻസ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോ നിങ്ങൾ കമ്പനിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഒരു കമ്പനി മാനേജ്മെന്റ് സ്ട്രോങ് ആണോ നോക്കണം, നല്ല പ്രൊഡക്റ്റാണോ നോക്കണം, നല്ല പ്ലാനാണോ നോക്കണം, നല്ല ലീഡേഴ്സ് ആണോ നോക്കണം. ഭാഗ്യവശാൽ അത് എല്ലാം ഒത്തിറങ്ങിയ ഒരു ടീമിനകത്താണ് നമ്മൾ വന്നുവിട്ടത്. ദൈവം അയാളുടെ പണി ആളുടെ പണി വളരെ ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ മേഖലയിൽ ഇന്നലെ പോലല്ല, ഇരുണ്ട കാലഘട്ടമല്ല. ട്രേഡ് യൂണിയൻ ശക്തമായി പ്രവർത്തിക്കുന്നു.